നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ആനമൂളി നേർച്ചപ്പാറ മലയിലെ വിള്ളലും പാതാക്കര മലയിലേക്ക് റോഡ് വെട്ടിയ സംഭവവും പരിശോധിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് താലൂക്ക് വികസന സമിതി. മലയുടെ താഴ്ഭാഗത്ത് റിസോർട്ടുകളും പെട്രോൾ പമ്പും നിർമ്മിക്കാൻ അനുമതി നൽകിയത് ചോദ്യം ചെയ്ത് അംഗങ്ങൾ. ഷൊർണൂർ കൊച്ചിൻ പാലം കുളപ്പുള്ളിപ്പാതയുടെ തകർച്ചയിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതിയിൽ രൂക്ഷ വിമർശനവുമായി CPM പ്രതിനിധി. കരാറുകാരൻ പണി പൂർത്തിയാക്കാത്തത് തുക ഉയർത്താൻ വേണ്ടിയുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമെന്നും CPM ഏരിയ സെക്രട്ടറി. ഭാരതപ്പുഴയിൽ വാണിയംകുളം മാന്നന്നൂരിലെ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം അടുത്ത മഴക്കാലത്തിന് മുമ്പ് പൂർത്തിയാക്കുമെന്ന് P. മമ്മിക്കുട്ടി MLA. സ്ഥലം MLAയും ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കൊട്ടേഷൻ ഇല്ലാതെ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വാഹനത്തിന് ഫണ്ട് അനുവദിച്ചതായി പരാതി. പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. നിക്ഷേപ തട്ടിപ്പ് നടത്തി മുങ്ങിയ മണ്ണാർക്കാട് CVR ആശുപത്രി ഉടമകൾക്കെതിരെ മണ്ണാർക്കാട് കോടതിയുടെ അറസ്റ്റ് വാറന്റ്. വാറന്റ് ഉണ്ടായിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് ശ്രമം നടത്തുന്നില്ലെന്ന് തട്ടിപ്പിനിരയായവർ. പാലക്കാട് കുളപ്പുള്ളിപ്പാതയിൽ കൂനത്തറയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കിഴൂർ സ്വദേശി അഫ്സലാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് ആനമൂളി നേർച്ചപ്പാറ മലയിലെ വിള്ളലും പാതാക്കര മലയിലേക്ക് റോഡ് വെട്ടിയ സംഭവവും പരിശോധിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് താലൂക്ക് വികസന സമിതി. ആനമൂളിയിൽ വിള്ളലുണ്ടായ മലയുടെ താഴ്ഭാഗത്ത് റിസോർട്ടുകളും പെട്രോൾ പമ്പും നിർമ്മിക്കാൻ അനുമതി നൽകിയത് ആരെന്നും അംഗങ്ങൾ ചോദിച്ചു. 2018 പ്രളയത്തിനു ശേഷമാണ് ആനമൂളി നേർച്ചപ്പാറ മലയിൽ 1.5 കിലോമീറ്റർ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. മലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും അപകടകരമായ സാഹചര്യം ഉണ്ടോ എന്നും പരിശോധന നടത്തണമെന്ന് അംഗം PR സുരേഷ് ആവശ്യപ്പെട്ടു. ഈ ഭാഗത്ത് രൂപപ്പെട്ട വിള്ളലിലൂടെ മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ഇത് വലിയ ദുരന്തത്തിന് കാരണമാകുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. ഈ ആശങ്ക അകറ്റാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? വിള്ളലുള്ള മലയുടെ അടിഭാഗത്ത് എങ്ങനെയാണ് പെട്രോൾ ബങ്കിനും റിസോർട്ടുകൾക്കും അനുമതി നൽകിയതെന്നും സുരേഷ് ചോദിച്ചു. ഈ ഏറ്റവും സങ്കീർണമായി കിടക്കുന്ന പ്രദേശത്ത് 1.25 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം ദൂരം ഭൂമി വിണ്ട് കിടക്കുക. പല മെമ്പർമാരത് കണ്ടിട്ടാവില്ല, കാണുമ്പോൾ കേൾക്കുമ്പോൾ ചെറിയൊരു തമാശയെ പോകുന്നു. പക്ഷെ ഭൂമി നീളത്തിൽ വിണ്ട് കിടക്കുക. മാധ്യമ പ്രതികളൊക്കെ അവിടെ പോയില്ല. ആ വിണ്ട് കിടക്കുന്നതിനെ കുറിച്ച് ജിയോളജി വകുപ്പോ അതിന്റെ ബന്ധപ്പെട്ട ആളുകളോ ഒരു കൃത്യമായ പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് അതിന്റെ തൊട്ട് താഴെയായിട്ട് പുതിയൊരു പെട്രോൾ പമ്പ് അനുവദിച്ചത്. ഒരു പെട്രോൾ പമ്പ് അനുവദിച്ചു. അവിടെ ഒരുപാട് റിസോർട്ടുകൾ വന്നു. എങ്ങനെ വന്നു? ഈ വിള്ളലിന് ശേഷമാണ് അവിടെ എക്സ്പ്ലോസീവ് നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് അതിന് അത്രയും അപകടകരമായ സ്ഥിതി. അവിടെ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങളാണ് ഉണ്ടാകുക? ആ കുടിവെള്ളം മുതലുള്ള എല്ലാ സംവിധാനങ്ങളും തകരാറാവും. അവിടെ നിന്നുള്ള താഴേക്കുള്ള ഇത് മുഴുവൻ അപകടത്തിലാവും. അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ അപ്പൊ ഇതിന്റെ പരിശോധന എവിടെ എത്തി? ആര് പരിശോധിച്ചു? ഇത് എന്ത് തരത്തില് ജിയോളജി വകുപ്പ് എന്താണ് അതിൽ തീരുമാനമെടുത്തത്? എന്തടിസ്ഥാനത്തിലാണ് ആ വിള്ളൽ ഉണ്ടായത് എന്നതിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായോ? അപ്പൊ ഇത് കൃത്യമായ ബന്ധപ്പെട്ട ഇത് ഞങ്ങൾ അറിയിക്കുന്നു. ഇനി വരുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാരായിട്ട് ഞങ്ങളെ മെമ്പർമാരെ ചുമതലയേണ്ട സൂചന തരിക. ഈ 2 പ്രദേശങ്ങളിലും അടിയന്തര നടപടികൾ ഒരു ഉണ്ടാകണം. പച്ചക്കാട് പ്രദേശത്ത് അത് ഒരു അപകടവും ഇല്ലാത്ത രീതിക്ക് കോടതി നിവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന നടപടികൾ ഏത് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചാലും ഞങ്ങൾക്ക് ആക്ഷേപമില്ല. അതുപോലെ ആനമൂളിയിൽ ഇപ്പോഴാ കിടപ്പ് ഈ 1.5 കിലോമീറ്റർ വിണ്ട് കിടക്കുന്നതിന്റെ സ്ഥിതി എന്താണ്? അതിലെന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഞങ്ങൾക്കിടെ ഭൂമി വിടുക എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ ദൂരം ഭൂമി വിടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അവിടെ വരുന്ന വെള്ളം മുഴുവൻ അതിനുള്ളിലേക്കല്ലേ പോകുന്നത്. അത് ഒന്നിച്ച് നിരങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലുണ്ടായ അതേ അവസ്ഥ വരൂലേ? അപ്പൊ അതാണ് ഈ കാര്യങ്ങളിൽ പറയാനുള്ളത്. പരിശോധന നടത്താൻ ജിയോളജി വകുപ്പിന് കത്ത് നൽകുമെന്നും റിസോർട്ടിന് പഞ്ചായത്താണ് അനുമതി നൽകിയതെന്നും തഹസിൽദാർ K. രേവ അറിയിച്ചു. പാതാക്കര മലയിൽ റോഡ് നിർമ്മാണം കാരണം പച്ചക്കാട് പട്ടികവർഗ ഗ്രാമത്തിനും ഭീഷണിയാണ്. ഇക്കാര്യവും പരിശോധിക്കണം. കുമരംപുത്തൂർ വില്ലേജിൽ ഹൈലൈറ്റ് മാൾ നിർമ്മിക്കുന്ന സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതല്ലെന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പുനഃപരിശോധിക്കണമെന്ന് ബാലൻ പൊറ്റശ്ശേരി ആവശ്യപ്പെട്ടു. വീണ്ടും പരിശോധിക്കാമെന്ന് തഹസിൽദാർ അറിയിച്ചു.
താലൂക്കിലെ അനധികൃത ക്വാറികളുടെ ലിസ്റ്റ് അംഗങ്ങൾക്ക് നൽകാത്തതിനെ അംഗങ്ങൾ ചോദ്യം ചെയ്തു. ലിസ്റ്റ് നൽകാമെന്ന് തഹസിൽദാർ സഭയെ അറിയിച്ചു. ദേശീയപാതയിൽ പോലീസ് സ്റ്റേഷനു മുൻപിലും കോടതിപ്പടി പെട്രോൾ ബങ്കിനു മുൻപിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് ദേശീയപാതയുടെ അനുമതി ഇല്ലാതെയാണെന്ന് ദേശീയപാത വിഭാഗം പ്രതിനിധി അറിയിച്ചു. മണ്ണാർക്കാട് 1 വില്ലേജിൽ കൈതച്ചിറയിൽ കൃഷിഭൂമി അനധികൃതമായി നികത്തിയെന്ന് കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടും നടപടി ഉണ്ടാക്കാത്തതിനെ അധ്യക്ഷത വഹിച്ച എം ഉണ്ണീൻ വിമർശിച്ചു. താലൂക്ക് വികസന സമിതിയിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതിനെതിരെയും വിമർശനം ഉയർന്നു. പങ്കെടുക്കാത്തവർക്ക് നോട്ടീസ് നൽകുമെന്ന് തഹസിൽദാർ അറിയിച്ചു. അംഗങ്ങളായ PR സുരേഷ്, ബാലൻ പൊറ്റശ്ശേരി, സദക്കത്തുള്ള പടലത്ത്, മോൻസി തോമസ് എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. തഹസിൽദാർ K രേവ, ഡെപ്യൂട്ടി തഹസിൽദാർ C വിനോദ് എന്നിവർ പങ്കെടുത്തു. ഷൊർണൂർ കൊച്ചിൻ പാലം കുളപ്പുള്ളി പാതയുടെ തകർച്ചയിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനവുമായി CPM പ്രതിനിധി. കരാർ നൽകി 4 വർഷം പിന്നിട്ടിട്ടും റോഡ് നവീകരണം നടപ്പാക്കാത്ത വകുപ്പിന്റെ നിസ്സംഗ നിലപാടിനെതിരെയായിരുന്നു യോഗത്തിൽ വിമർശനം. 5 കിലോമീറ്റർ ദൂരം വരുന്ന ഷൊർണൂർ കുളപ്പുള്ളി പാത യാത്ര ചെയ്യാൻ പോലും പറ്റാതെ തകർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ 4 വർഷത്തിലധികമായി റോഡ് പണി കരാർ ഏറ്റെടുത്തയാൾ പണി നടത്തിയിട്ടില്ലെന്നും വൈകുകയാണെന്നും CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ആരോപിച്ചു. ഇതുവരെയായി പ്രവൃത്തി പൂർത്തീകരിക്കാത്ത കരാറുകാരനെ ആദ്യ വർഷത്തിൽ തന്നെ മാറ്റേണ്ടതായിരുന്നില്ലേ എന്നും എന്ത് നടപടിയെടുത്തു എന്നും കൃഷ്ണദാസ് ചോദിച്ചു. നേരത്തെയുണ്ടായിരുന്ന എസ്റ്റിമേറ്റ് തുക ഇനി പോരാതെ വരുമെന്നും തുക ഉയർത്താനുള്ള ഗൂഢശ്രമമാണ് ഇതിന് പിന്നിലെന്നും കൃഷ്ണദാസ് ആരോപിച്ചു. തൃശൂരിലേക്കും പെരിന്തൽമണ്ണയിലേക്കും ആശുപത്രി ആവശ്യങ്ങൾക്ക് പോകുന്നവർക്ക് റോഡ് തകർച്ച പ്രതിസന്ധിയാകുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് പ്രതിനിധിയും വ്യക്തമാക്കി. അതേസമയം കരാറുകാരനെ നിയമപരമായി പുറത്താക്കിയെന്നും എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥന് അപ്പീൽ പോയതിനെ തുടർന്ന് സമയം നീട്ടി നൽകിയിരിക്കുകയാണെന്നും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഓണത്തിന് മുൻപെങ്കിലും റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ജനജീവിതത്തിന് ഭീഷണിയായ ക്വാറിക്കെതിരെ നടന്ന സമരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനങ്ങൻ മലയ്ക്ക് താഴെ താമസിക്കുന്ന കുടുംബങ്ങളോട് നീതി കാണിക്കണമെന്നും ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കണമെന്നും ആവശ്യമുയർന്നു. പൊതുജനങ്ങൾക്ക് ജീവിതത്തിന് ഭീഷണിയായിട്ടുള്ള ഒന്നും പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ടതില്ലെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് അധ്യക്ഷനായ K പ്രേംകുമാർ MLA യോഗത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, തഹസിൽദാർ ആൻഡോ ജേക്കബ് എന്നിവർ പങ്കെടുത്തു. കൊട്ടേഷൻ ഇല്ലാതെ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വാഹനത്തിന് ഫണ്ട് അനുവദിച്ചതായി പരാതി. പ്രശ്നത്തിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ വാഹനം 1 മാസമായി തകരാറായി കിടക്കുകയാണ്. ഇതുകാരണം 12ാം വാർഡ് അംഗത്തിന്റെ വാഹനം വാടകയ്ക്കെടുക്കുകയും ഒരു ദിവസം 4000 രൂപ കണക്കിൽ 1 മാസത്തിന് 1,20,000 രൂപ അനുവദിക്കുകയും ചെയ്തു. ഈ തുക കൊട്ടേഷൻ ഇല്ലാതെ അനുവദിച്ചു എന്നാണ് LDF അംഗങ്ങളുടെ പരാതി. ഈ പ്രശ്നത്തിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. പഞ്ചായത്തിന്റെ ഉപയോഗിച്ചിരുന്ന വാഹനത്തിനു പകരം മറ്റു ടാക്സി വാഹനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ ഓടിക്കുന്നതിന് ബോർഡ് തീരുമാനപ്രകാരം കൊട്ടേഷൻ ക്ഷണിക്കണമെന്നാണ് വ്യവസ്ഥ. ഇങ്ങനെയിരിക്കെ ബോർഡ് യോഗത്തിൽ അജണ്ട വെച്ച് ഫണ്ട് അനുവദിക്കാത്തതിനാലും കൊട്ടേഷൻ ക്ഷണിക്കാത്തതിനാലുമാണ് പ്രതിഷേധിച്ചതെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൂട്ടുനിന്ന 12ാം വാർഡ് അംഗവും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം NP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ P സുധീർ ബാബു, MR മനോജ്, സമദ് താമരശ്ശേരി, സാവിത്രി, അനിത പള്ളത്ത്, സ്വപ്ന സുബ്രഹ്മണ്യൻ, വിജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. നിക്ഷേപ തട്ടിപ്പ് നടത്തി മുങ്ങിയ മണ്ണാർക്കാട് CVR സ്പെഷ്യാലിറ്റി ആശുപത്രി ഉടമകൾക്കെതിരെ മണ്ണാർക്കാട് കോടതിയുടെ അറസ്റ്റ് വാറണ്ട്. വാറണ്ട് ഉണ്ടായിട്ടും ഉടമകൾക്കെതിരെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് പോലീസെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. 12% ലാഭവിഹിതവും നിക്ഷേപകരുടെ കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യസഹായവും വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ്. പൊതുജനങ്ങളിൽ നിന്ന് കോടികൾ വാങ്ങുകയും കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തി മുങ്ങുകയും ചെയ്ത സംഭവത്തിൽ നിയമ നടപടി നേരിടുന്ന ആശുപത്രി ഉടമകൾക്കെതിരെയാണ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചത്. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ CV മുഹമ്മദ് റിഷാദ്, പിതാവ് അലി, റിഷാദിന്റെ ഭാര്യ ഷഹാന എന്നിവരുടെ പേരിലാണ് 31 കേസുകളിൽ വെവ്വേറെ അറസ്റ്റ് വാറണ്ടുകൾ നൽകിയിരിക്കുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. ഒക്ടോബർ 10-നാണ് കേസ് വിചാരണയ്ക്ക് വെച്ചിരിക്കുന്നത്. 100 കണക്കിന് നിക്ഷേപകരാണ് തട്ടിപ്പിനിരയായത്.
അനധികൃത നിക്ഷേപം സ്വീകരിക്കൽ തടയൽ നിയമപ്രകാരം തൃശൂർ ജില്ലാ കളക്ടർ ആശുപത്രി ഉടമകളുടെ സ്വത്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു. ആശുപത്രി ഉടമകൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ടായിട്ടും പോലീസ് പ്രതികളെ കണ്ടെത്താൻ ഒരു നീക്കവും നടത്തുന്നില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. പ്രതികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസവും ഇരകൾ മണ്ണാർക്കാട് ചാർജ് എടുത്ത പുതിയ ഡിവൈഎസ്പിയെ കണ്ട് സങ്കടം ഉണർത്തിച്ചിരുന്നു. ഭാരതപ്പുഴയിൽ വാണിയംകുളം മാന്നന്നൂരിലെ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം അടുത്ത വർഷക്കാലത്തിന് മുമ്പ് പൂർത്തിയാക്കുമെന്ന് പി മമ്മിക്കുട്ടി MLA. പുഴയിലെ ശക്തമായ ഒഴുക്കിനെ തുടർന്ന് നിർമ്മാണം നടക്കുന്ന സംരക്ഷണ ഭിത്തി തകർന്നത് പി മമ്മിക്കുട്ടി MLAയും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ഭാരതപ്പുഴയിൽ വാണിയംകുളം മാന്നന്നൂരിൽ നിർമ്മാണം നടക്കുന്നതിനിടെ തകർന്നു വീണ സംരക്ഷണ ഭിത്തിയും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നേരിട്ട് കാണുന്നതിനായാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചത്. പി മമ്മിക്കുട്ടി MLAയും ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടായിരുന്നു. പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്കിന് ശക്തിയേറിയതായിരുന്നു സംരക്ഷണ ഭിത്തി തകരാൻ കാരണം. നിർമ്മാണങ്ങളും തുടർ പ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥർ MLAയുമായി ചർച്ച ചെയ്തു. പുനർനിർമ്മാണത്തിൽ സംരക്ഷണ ഭിത്തി കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി പുനഃക്രമീകരണം നടത്തുമെന്നും ഉരുക്ക് തടയണയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നിലവിൽ അനുവദിച്ച തുകയിൽ കൂടുതൽ ആവശ്യമായി വന്നാൽ അതിനുവേണ്ട ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കെട്ടിയിരുന്നെങ്കിൽ വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ കെട്ടിയപ്പോൾ ചിലപ്പോൾ അവിടെ പൊട്ടും. അപ്പോൾ അത് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. പക്ഷേ ഇനി എന്താ വെച്ചാൽ പുനർനിർമ്മാണം ചെയ്യുമ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ സൈഡ് കൂടി നമുക്ക് സംരക്ഷിക്കാൻ കഴിയണ വിധത്തിൽ നിർമ്മാണത്തിന് ക്രമീകരണം ആവശ്യമാണ്. രണ്ടാമത് ഈ ഭിത്തി ഇങ്ങനെ കെട്ടിയാലും അതിൻ്റെ പിന്നിൽ സപ്പോർട്ട് വേണം. സപ്പോർട്ടില്ലാത്തതുകൊണ്ട് വെള്ളപ്പൊക്കം വന്നുകൊണ്ടാണ് അവിടെ മറിഞ്ഞ് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കൃഷിഭൂമിയാണ് ഇപ്പോൾ. ഇത് പുഴയാണ് നമുക്ക് കാണുന്നതെങ്കിൽ ഇത് കൃഷിഭൂമി അതൊക്കെയാണ് നടത്തുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി. അപ്പോൾ ഇത് സൈഡ് വോൾ കെട്ടി സംരക്ഷിച്ച് ഇവിടെ ഏറെക്കുറന്ന് ഫില്ലായി കഴിഞ്ഞാലാണ് സർവേ നമ്മൾ നടത്തിയിട്ടുണ്ട് മൊത്തം കൃഷിഭൂമിയുടെ. അതിൽ കണ്ടത് ആരൊക്കെയാണ് ഏതൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം എത്രയും വേഗം ഈ അടുത്ത വേനലോടുകൂടി പുഴയിൽ നിന്ന് വെള്ളം ഒഴിവാകുന്നതോടുകൂടി ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കണം. അതിന് സാങ്കേതികമായിട്ടുള്ള സർക്കാരുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് കൂടുതലായിട്ട് പരിഹരിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇത് അടുത്ത മഴക്കാലത്തിനു മുമ്പ് പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നും ഫണ്ടിന്റെ പരിമിതികൾ പരിശോധിക്കുമെന്നും കിടുക്ക് CEO S. തിലകൻ പറഞ്ഞു. സ്പീഡിൽ ഈ വർക്ക് ചെയ്തു വന്നതാണ്. കാരണം 2 സീസണെങ്കിലും എടുക്കും ഈ ഒരു ഇങ്ങനെയുള്ള വർക്ക് പൂർത്തിയാക്കാൻ. ഒരു സീസൺ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചു. പക്ഷേ ഒരു 2 ആഴ്ചയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. എങ്കിൽ പോലും അറിയാമല്ലോ 2018 പോലുള്ള ഒരു പ്രളയമാണ് വന്നത്. അതും വളരെ ചെറിയൊരു സമയം കൊണ്ട്. അപ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചത്. പുതിയ സാഹചര്യം കൂടെ വിലയിരുത്തിയിട്ട് നമ്മൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് അടുത്ത സീസണിന് മുമ്പ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകും. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ, വാർഡ് മെമ്പർമാരായ TG ശാലിനി, സുജിത്ത് P. രാജ്, കിടുക്ക് GM ജോസഫ് സക്കറിയ, DGM CA ജമാലുദ്ദീൻ, PCO ലഗാൻ മുരാരി, PEP റഹീസ് എന്നിവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ കൂനത്തറയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. തൃക്കടീരി കിഴൂർ റോഡ് സ്വദേശി അഫ്സലാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 7:30യോടെയാണ് ദാരുണ സംഭവം ഉണ്ടായത്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ കൂനത്തറ ആശാദീപം വളവിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിരെ വന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനായ തൃക്കടീരി കിഴൂർ റോഡ് സ്വദേശി 30-കാരനായ അഫ്സലിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെള്ളിനഴി കലാഗ്രാമം സാംസ്കാരിക സമുച്ചയത്തിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം നടന്നു. 99 ലക്ഷം രൂപയുടെ വിവിധ പ്രവൃത്തികളാണ് 2ാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. 3 കോടിയുടെ ആദ്യഘട്ട പ്രവൃത്തികൾക്ക് ശേഷമാണ് വെള്ളിനഴി കലാഗ്രാമത്തിൽ 2ാം ഘട്ട വികസന പദ്ധതികൾ നടപ്പാക്കുന്നത്. വാഹനത്തിന് എത്തിപ്പെടാൻ സൗകര്യം, ശില്പങ്ങൾ സ്ഥാപിക്കൽ, നിലം മനോഹരമാക്കൽ, ചുറ്റുമതിൽ, പടിപ്പുര, നടപ്പാത, പാർക്കിംഗ് സൗകര്യം, സ്ട്രീറ്റ് ലൈറ്റ്, സെക്യൂരിറ്റി ക്യാമറ, മാലിന്യ സംസ്കരണം, റാമ്പ് എന്നിവ 2ാം ഘട്ടമായി സജ്ജമാക്കും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. K. പ്രേംകുമാർ MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര, ജില്ലാ പഞ്ചായത്ത് അംഗം
കെ ശ്രീധരൻ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, വെളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ, ബ്ലോക്ക് മെമ്പർ വി പ്രജീഷ് കുമാർ, വാർഡ് മെമ്പർ സി ജലജ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് അനിൽകുമാർ, DTPC സെക്രട്ടറി ഡോക്ടർ SV സിൽബർട്ട് ജോസ് എന്നിവർ പങ്കെടുത്തു. അതേസമയം വെളിനേഴി കലാഗ്രാമം രണ്ടാം ഘട്ട നിർമ്മാണമെന്ന് പറഞ്ഞു നടക്കുന്നത് വൻ അഴിമതിയെന്ന് CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ. പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിക്കുകയോ മുന്നണി മര്യാദ പാലിക്കുകയോ ചെയ്തിട്ടില്ല. DTPCയും CPMും നടത്തുന്ന പകൽ കൊള്ളയ്ക്കെതിരെ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K ഹരിദാസ്, T ബാലേന്ദ്രൻ എന്നിവർ അറിയിച്ചു. ഇപ്പോൾ 99 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മറ്റു നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നത് എന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. 99 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വെളിനേഴി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഭരണകക്ഷി നേതാക്കന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു കമ്മിറ്റി രൂപീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് സ്വന്തം ഇഷ്ടപ്രകാരം വെളിനേഴി പഞ്ചായത്തിലെ CPIMൻ്റെ ചില നേതാക്കന്മാരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇരുട്ടത്തിരുന്നു കൊണ്ടൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ തട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഇതിൽ വൻ അഴിമതി നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു സുതാര്യമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് എങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് വേണം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഇവിടെ MP വരുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാൽ മറ്റുള്ള പാർട്ടിക്കാർ അന്വേഷിച്ചപ്പോൾ ആരും ഈ വിവരത്തെ അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിവരം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ രേഖാമൂലം ബന്ധപ്പെട്ട മന്ത്രിക്ക് ഇതിന് പരാതി കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ വൻ അഴിമതി ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. K പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഒറ്റപ്പാലം കൃഷിഭവനിൽ വെച്ച് ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചത്. K പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഇന്നും ഒരു കാർഷിക രാജ്യം. ഈ കാർഷിക രാജ്യത്തിൽ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാനാകാത്ത ഒന്നാണ് കൃഷി. മനുഷ്യൻ ഉള്ളിടത്തോളം കാലം നമുക്ക് സ്വാഭാവികമായും ജീവിക്കുന്നതിന്റെ ഭാഗമായി, ജീവൻ നിലനിർത്തുന്നതിന്റെ ഭാഗമായി ആഹാരം കഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൃഷി എന്നത് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് മാത്രമല്ല, ഏറ്റവും അനിവാര്യമായ, നിർബന്ധമായി നമ്മുടെ നാട്, നമ്മുടെ സമൂഹം, മനുഷ്യൻ ഉള്ളിടത്തോളം കാലം നാം നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നഗരസഭയിലെ മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ K അബ്ദുൽ നാസർ, സുനിറ മുജീബ്, കൃഷി ഓഫീസർ സഫ്ന തുറക്കൽ, പാടശേഖര സമിതി പ്രതിനിധി അപ്പാരു, ADC മെമ്പർമാരുടെ പ്രതിനിധി C വിജയൻ, സർവീസ് ബാങ്ക് പ്രസിഡന്റ് വിജയകുമാർ, കൃഷി അസിസ്റ്റന്റ് സുരേഷ് എന്നിവരും പങ്കെടുത്തു. ചിങ്ങം 1 കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടന്നു. പ്രസിഡന്റ് KM അനീഫ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായാണ് കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും കാർഷിക ഉപകരണങ്ങളുടെ വിതരണവും നടത്തിയത്. നമുക്കറിയാം, രാജ്യത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ്. രണ്ട് വിധത്തിലുള്ള രണ്ട് കൂട്ടരാണ് നമുക്കൊക്കെ തന്നെ ജീവനും വായുവും ആരോഗ്യവും ആയുസ്സും അതുപോലെ സ്വാതന്ത്ര്യവും ഒക്കെ നിലനിർത്തി തരുന്ന രണ്ട് കൂട്ടം ആളുകളാണ്, രണ്ട് വിഭാഗത്തിൽപ്പെട്ട, രണ്ട് സെക്ടറിൽപ്പെട്ട ആളുകളെയാണ് മുദ്രാവാക്യത്തിലൂടെ നമ്മൾ ഓർക്കുന്നത്. ഒന്ന് ജയ് ജവാനാണ്. ജവാന്മാർ അതിർത്തിയിൽ കാക്കുന്ന, അതിർത്തിയിൽ നമുക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന, നമ്മളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന ജവാന്മാർ ഒന്നാം സ്ഥാനത്ത്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു വിഭാഗമാണ് കർഷക സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. കർഷകർ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മുടെയൊക്കെ അന്നം മുട്ടിപ്പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമാണ്.
വൈസ് പ്രസിഡന്റ് എൻ സാജ്ര അധ്യക്ഷയായി, പി എ തങ്ങൾ, സ്ഥിരസമിതി അധ്യക്ഷരായ കെ കെ ഷൗക്കത്ത്, അനസ് പൊമ്ര, സമീറ സലീം, മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മോഹനൻ, സി വിജിത, രജിത, പ്രഭാവതി, ഇ കെ ബഷീർ, സി ചാമി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ പാട്ടത്തൊടി, ടി ഷീജ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എൻ മരക്കാർ, പി സുബ്രഹ്മണ്യൻ, കെ ടി രാമചന്ദ്രൻ, പി സി കുഞ്ഞിരാമൻ, കൃഷി ഓഫീസർ തേജസ് ജോർജ് എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിലും ചിങ്ങം 1 കർഷക ദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകർക്ക് ആദരവും ഒരുക്കി. കെ പ്രേംകുമാർ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായി. ശ്രീകൃഷ്ണപുരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീജ കെ വി പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ച 13 കർഷകരെയും മികച്ച വിദ്യാലയത്തെയും അനുമോദിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ രാധിക, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി കെ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഗിരിജ, മെമ്പർമാരായ ലീല, കെ കോയ, കൃഷി ഓഫീസർ ആഷ്നി കെ ഇ, കർഷക കോൺഗ്രസ് പ്രതിനിധി ഭാസ്കരൻ ചിങ്ങനേഴി എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ തോമസ് ടി കർഷകർക്കായി വിവിധ കാർഷിക വിളകളും മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിൽ പരിശീലന ക്ലാസ് നൽകി. ശ്രീകൃഷ്ണപുരം ഖാദി ഔട്ട്ലെറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ഖാദി ഉൽപ്പന്നങ്ങളും BLFO, കുടുംബശ്രീ, പെരിയപ്പാടം കൃഷിക്കൂട്ടം എന്നിവയുടെ സ്റ്റാളുകളും ഒരുക്കി. കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുര സ്മരണകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസ പുലരിയോടെ പിറവിയെടുക്കുന്നത്. ഈ ദിനത്തിൽ ജൈവ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ് കൊയ്ത് വിജയഗാഥ രചിക്കുന്ന വാണിയംകുളം പനിയൂർ സ്വദേശിയായ ശങ്കരനാരായണനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കയ്പയും പടവലനും കുക്കുംബറും പയറുമെല്ലാം വിളഞ്ഞു നിൽക്കുന്ന ഈ പച്ചപ്പന്തലാണ് കുഞ്ഞനെന്ന് അറിയപ്പെടുന്ന ശങ്കരനാരായണന്റെ കൃഷിയിടം. മണ്ണിൽ വിയർപ്പൊഴുക്കി വിളവ് കൊയ്യുകയാണ് ഈ ഗ്രാമീണ കർഷകൻ. 30 വർഷമായി കൃഷിയാണ് കുഞ്ഞന്റെ ഉപജീവന മാർഗം. പച്ചക്കറിക്കൊപ്പം നെല്ലും വാഴയുമെല്ലാം കൃഷി ചെയ്തു പോരുന്നു. പാട്ടത്തിനെടുത്ത ഒരേക്കർ നിലമാണ് പച്ചക്കറി കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. 58കാരനായ കുഞ്ഞന് ശാരീരിക ആവശ്യതകൾ ഒക്കെയുണ്ടെങ്കിലും കൃഷി ഒരു ഹരമാണ്. ഈ നാട്ടിൽ കൃഷിക്കാർ ധാരാളം. കുഞ്ഞന്റെ ജൈവ കൃഷി രീതികളാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. മീൻവളവും മുതിരയും ശർക്കരയും തുടങ്ങിയ നാടൻ ജൈവവളങ്ങൾ ഉപയോഗിച്ച് പച്ചക്കറികളെ പാകപ്പെടുത്തും. നല്ല വിളവും കൊയ്യും. ഓരോ ദിവസവും ഇടവിട്ടാണ് വിളവെടുപ്പ്. 50 കിലോയോളം പടവലനും 45 കിലോയിലധികം കയ്പയ്ക്കയും 15 കിലോയോളം പയറും 12 കിലോയോളം കുക്കുംബറും ഓരോ വിളവെടുപ്പിലും ശരാശരി ലഭിക്കാറുണ്ടെന്ന് കുഞ്ഞൻ പറയുന്നു. പക്ഷെ അവരൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ അടുത്ത് പൈസ ഇല്ല. അപ്പോൾ കുറഞ്ഞ രീതിയിൽ ഞാൻ ഈ പച്ചക്കറി, ചാണകം, അങ്ങനെ ആടിൻ്റെ മൂത്രം, പിന്നെ പശുവിൻ്റെ മൂത്രം, ഇത് കലക്കിയിട്ട് ഒരു തൊട്ടിയിൽ വെച്ച് അത് ഓരോ കപ്പ് ഓരോന്നിൻ്റെ ചുവട്ടിലൊഴിക്കും. അങ്ങനെ മീൻ വളം, പിന്നെ മുതിരയും ശർക്കരയും അത് ഇളക്കി പുളിപ്പിച്ചതിൻ്റെ ശേഷം അത് കുറ്റിയിൽ മരുന്നും കുറ്റിയിലാക്കി അടിച്ച് മുകളിലേക്ക് അടിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ ഒരു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവില്ലേ, അതേപോലെ നമ്മൾ ഈ പന്തലിൻ്റെ ചുവട്ടിൽ വരുമ്പോൾ ഈ ഇലകൾക്കൊക്കെ ഒരു സന്തോഷം നമ്മളെ കാണുമ്പോൾ അങ്ങനെ ആടും. കഴിഞ്ഞ 2 വർഷങ്ങളിലും പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അംഗീകാരവും കുഞ്ഞനെ തേടിയെത്തിയിരുന്നു. ചെറുപ്പളശ്ശേരി കാറൽമണ്ണ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ സ്ഥാപിച്ച സൗരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടന്നു. ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷീരവികസന വകുപ്പ് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ക്ഷീര സഹകരണ സംഘങ്ങളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്നത്. ആ ഉൽപാദന ചെലവ് കുറച്ചുകൊണ്ട് പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ 10 ലിറ്റർ തരുന്നൊരു പശു എങ്ങനെ നമുക്ക് 15 ലിറ്റർ പാലിലേക്ക് അതിനെ കൊണ്ടെത്തിക്കും? ഏതുതരം തീറ്റ അങ്ങനെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കും? അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചിന്തയിലുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പത്തനംതിട്ട ജില്ലയിൽ 7.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ഈ സമ്പ്രദായം എന്ന് പറഞ്ഞ ഒരു പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തു.
ആ പദ്ധതിയിൽ നമുക്കറിയാം പശുക്കൾ, അവരുടെ പശുക്കളെ തിരിച്ചറിയുവാൻ പറ്റാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ആ പശുവിൻ്റെ കാതിൽ ഒരു ചെറിയ ടാഗ് നമ്മൾ ഇട്ടുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നെൽമണിയുടെ ടാഗ് ഇഞ്ചക്ട് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ പശു ഏതാണെന്ന് തിരിച്ചറിയാം, പശുവിൻ്റെ ഓണർ തിരിച്ചറിയാം, പശു എത്ര ലിറ്റർ പാല് തരുമെന്നറിയാം, പശുവിന് ഏതൊക്കെ വാക്സിൻ കൊടുത്തെന്നറിയാം, എല്ലാ വിധത്തിലും പശുവിനെ തിരിച്ചറിയാം. എന്തുകൊണ്ട് 8 ലിറ്ററും 7 ലിറ്ററും തരുന്ന ഒരു സങ്കരീനം പശുവിൽ നിന്ന് നമുക്ക് പാലുൽപാദനം കൂട്ടാൻ പറ്റും? അതാണ് ഞങ്ങൾ ചിന്തിച്ചത്. അപ്പോൾ ആ പദ്ധതി ഇപ്പോൾ വിജയപൂർവ്വം ഞങ്ങൾ പത്തനംതിട്ടയിൽ പ്രാവർത്തികമാക്കി. അതിന്ന് കേരളം ഒട്ടാകെ നടപ്പിലാക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. പി മമ്മിക്കുട്ടി MLA ചടങ്ങിൽ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ മികച്ച കർഷകരെ ആദരിച്ചു. വൈസ് ചെയർപേഴ്സൺ സി കമലം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ VP ഷമീജ്, കൗൺസിലർ KM ഇസ്ഹാഖ്, ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ N ബിന്ദു, ക്ഷീരസംഘം പ്രസിഡന്റ് KK മുഹമ്മദ് മുസ്തഫ, സെക്രട്ടറി K രജീഷ്, K രാമചന്ദ്രൻ, PK മോഹനദാസൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാർക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം സംഘടിപ്പിച്ച ദേശീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചെറുപ്പശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലും ഡോക്ടർമാർ OP ബഹിഷ്കരിച്ചു. പ്രതിഷേധ പരിപാടി ഹോസ്പിറ്റൽ ചെയർമാൻ KB സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അബ്ദുള്ള ഷമീർ ജിജു പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഡോക്ടർ ഷഫീഖ്, ഡോക്ടർ റോഷ്നി, ഹോസ്പിറ്റൽ സെക്രട്ടറി ജിതേഷ്, സ്റ്റാഫ് പ്രതിനിധി ഗോവിന്ദൻ വീട്ടിക്കാട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നു. മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സംവിധാനം ഉപയോഗിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയത്. +1, +2 വിദ്യാർത്ഥികളിൽ നിന്നും ക്ലാസ് ലീഡർ, സ്കൂൾ ലീഡർ എന്നീ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ സംഘടിപ്പിച്ചത്. റിട്ടേണിംഗ് ഓഫീസർ, പോലീസ് ഓഫീസർ തുടങ്ങി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെല്ലാം സ്കൂളിൽ ഒരുക്കിയിരുന്നു. മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സംവിധാനം ഉപയോഗിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അടുത്ത വർഷത്തോടെ വോട്ടിംഗ് യോഗ്യത ഉള്ളവരാണ് മിക്ക വിദ്യാർത്ഥികളും. സ്കൂളിൽ നടന്ന ഈ വോട്ടിംഗ് അതിനൊരു പരിചയപ്പെടുത്തലായെന്ന് വിദ്യാർത്ഥി അഫീഫ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ ജനാധിപത്യ സമ്പ്രദായത്തിലുള്ള വോട്ടിംഗ് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ പറ്റി. പിന്നെ നാളെ അടുത്ത വർഷം മുതൽ ഞങ്ങളും വോട്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു മുൻധാരണ ഞങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിച്ചു. എന്തായാലും വളരെ ഉപകാരപ്രദമായി. പൊതു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ വിദ്യാർത്ഥികളിൽ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യമാക്കിയതെന്ന് പ്രധാന അധ്യാപകൻ MP സാദിഖ് പറഞ്ഞു. ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസർ തുടങ്ങി ബൂത്തിന് മുമ്പിലുള്ള കാവൽക്കാരൻ വരെയുള്ള ഒരു രീതിയാണ് ഈ വിദ്യാലയത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കോട്ടപ്പാടം വില്ലേജ് ഓഫീസർ MS വിശാഖ് തെരഞ്ഞെടുക്കപ്പെട്ട ലീഡർമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വരും വർഷങ്ങളിലും ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാണ് ലീഡർമാരെ തെരഞ്ഞെടുക്കുകയെന്നും പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനും സ്കൂൾ കരിയർ ഗൈഡുമായ ബാബു ആലായൻ പറഞ്ഞു. ജനാധിപത്യ രീതിയെക്കുറിച്ച് പരിചയപ്പെടാനും പറ്റി. എല്ലാ ക്ലാസ്സുകളിലും ഇതുപോലെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. എല്ലാ വർഷവും ഇതുപോലെ സംഘടിപ്പിക്കാറുമുണ്ട്. ഏതായാലും കുട്ടികൾ വളരെ സംതൃപ്തരാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ഒരു സ്കൂൾ പാർലമെന്റ് നടത്താൻ പറ്റിയത് ഏറെ സംതൃപ്തരാണ്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ചെറുപ്പശ്ശേരി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സമ്പൂർണ്ണ സ്ത്രീരോഗ നിർണയ ക്യാമ്പിന് തിങ്കളാഴ്ച തുടക്കമാകും. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ എല്ലാ സേവനങ്ങളും സൗജന്യമായാണ് നൽകുന്നത്. മെഡിക്കൽ കോളേജിന്റെ പ്രത്യേക പ്രസവ ചികിത്സാ പാക്കേജും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. നീള 2024 എന്ന പേരിലാണ് പ്രഗത്ഭരായ സീനിയർ ഗൈനക്കോളജിസ്റ്റുകളുടെ മികവുറ്റ സേവനവുമായി ചെറുപ്പശ്ശേരി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സമ്പൂർണ്ണ സ്ത്രീരോഗ നിർണയ ക്യാമ്പിന് തുടക്കമാകുന്നത്. ഓഗസ്റ്റ് 19 മുതൽ 24 വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ രജിസ്ട്രേഷൻ, കൺസൾട്ടേഷൻ, ലാബ് ടെസ്റ്റുകൾ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ തുടങ്ങിയ എല്ലാവിധ സേവനങ്ങളും സൗജന്യമായാണ് നൽകുന്നത്. കൂടാതെ ആർത്തവവിരാമ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാർഗം, PCOD പ്രശ്നങ്ങൾ, ഗർഭകാലത്തുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും, നോർമൽ ഡെലിവറിയും സിസേറിയനും, ഗർഭാശയ നീക്കം ചെയ്യൽ, ഗർഭാശയ ഇറക്കം, സ്തനരോഗനിർണയത്തിനായുള്ള പരിശോധന, ഗർഭനിരോധന മാർഗങ്ങൾ, ഫൈബ്രോയിഡ് നീക്കം ചെയ്യൽ, വന്ധീകരണം തുടങ്ങിയ സേവനങ്ങളും ക്യാമ്പിൽ ലഭ്യമാകുമെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ജൂൺ മാസം
ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും അതിലൊരു 5000-ഓളം ആളുകൾ ആളുകൾക്ക് നമ്മുടെ സേവനം ലഭ്യമാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഈ ഓഗസ്റ്റ് 19 മുതൽ 24 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പാണ്, സ്ത്രീകൾക്കുള്ളൊരു ക്യാമ്പാണ്. നീള എന്ന് പറയുന്ന ക്യാമ്പാണ്. ഏറ്റവും മികച്ച ഗൈനക്കോളജിസ്റ്റിൻ്റെ സേവനം നമ്മൾ ഉറപ്പ് നൽകുന്നു. കൂടാതെ ഈ ക്യാമ്പിൽ ലഭ്യമായ സൗജന്യ സേവനങ്ങൾ രജിസ്ട്രേഷൻ, കൺസൾട്ടേഷൻ, അൾട്രാസൗണ്ട് സ്കാനിങ്, ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ, ലാബ് ടെസ്റ്റുകൾ. അതുമാത്രമല്ല നമുക്ക് ഒരു പാക്കേജ് കൂടെ ഉണ്ട്. നോർമൽ ഡെലിവറിക്ക് 7,999 രൂപയും സിസേറിയന് 25,999 രൂപയുമാണ്. ഇത് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. കൂടാതെ പ്രസവ ചികിത്സയ്ക്കായി കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരംഭിക്കുന്ന പുതിയ പാക്കേജുകളും മാനേജ്മെന്റ് പ്രഖ്യാപിച്ചു. നോർമൽ ഡെലിവറി 7,999 രൂപയും സിസേറിയന് 25,999 രൂപയുമാണ് പാക്കേജ്. ഇതിൽ മരുന്നുകളും ഉപഭോക്തൃ ബില്ലുകളും റൂം വാടകയും ഉൾപ്പെടുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമല്ല പാക്കേജ്, ഡെലിവറിയുടെ പാക്കേജ് അവർ ഉദ്ദേശിക്കുന്നത് 7,999 രൂപ. അതിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. മരുന്ന് വേറെ വേണ്ട, കൺസ്യൂമബിൾസ് വേറെ വേണ്ട, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സിസേറിയൻ ആണെങ്കിൽ 25,999 രൂപ എന്നാണ്. അതിലും ഒരു പാക്കേജായിട്ടാണ്, ഓൾ ഇൻക്ലൂസീവാണ്. മെഡിസിൻസും കൺസ്യൂമബിൾസും ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ ഡെലിവറിക്ക് എനിക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത് 3 ദിവസത്തെ സ്റ്റേ ആണ്. നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് വന്ന് പ്രസവിക്കുന്നു, 2 ദിവസം ഹോസ്പിറ്റലിൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് വരുന്നു. അപ്പോൾ അതിനുള്ളൊരു പാക്കേജാണ്. അതിൽ എക്സ്ട്രാ നിൽക്കേണ്ടി വരികയാണെന്ന് വെച്ചാൽ പേഷ്യൻസിന് എക്സ്ട്രാ ചാർജ് വരും. സിസേറിനും അതുപോലെ 4 ദിവസത്തെ 5 ദിവസം എന്തോ ഒരു കണക്ക് പറഞ്ഞു, 5 ദിവസം എന്ന് പറഞ്ഞു, 5 ദിവസത്തെയാണ്. അതും ഇതുപോലെ അഡ്മിറ്റ് ചെയ്ത് ബാക്കി റൂം വാർഡാണെങ്കിൽ റെൻറ്റ് വരുന്നില്ല. റൂമിലാണെങ്കിൽ തൽക്കാലം ഇപ്പോൾ ഫ്രീ ആണ്, റൂമിലും ഫ്രീ ആണെന്നുള്ള മാതിരിയാണ്. അത് ലേറ്റർ ഓൺ ചിലപ്പോൾ ചേഞ്ചസ് വരേണ്ടി വന്നു വരും. റൂമാണെങ്കിലും ഫ്രീ ആണെന്നുള്ളതാണ്. പിന്നീട് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നമ്മളൊരു ഫ്രീ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടാണ്. ക്യാൻസർ ഡിറ്റക്ഷൻ വരാം, ക്യാൻസറിൻ്റെ സ്ത്രീകളുടെ സ്തനാർബുദമായാലും ഗർഭപാത്രകള ക്യാൻസർ ആയാലും അതിൻ്റെ ഒരു പ്രീ സ്ക്രീനിങ് നമ്മൾ സ്ക്രീനിങ് ചെയ്യാം. നേരത്തെ കണ്ടുപിടിച്ച് 100% ചികിത്സിക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് താല്പര്യം. അപ്പം അതിൽ എല്ലാ ടെസ്റ്റുകളും ഫ്രീ ആണ്. വാർത്താ സമ്മേളനത്തിൽ ഗൈനക്കോളജി വിഭാഗം സീനിയർ HOD ഡോക്ടർ ലളിത, ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർ രജില, ഡോക്ടർ അനീഷ, ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് വിദ്യ KM, മനീഷ, ഫ്രണ്ട് ഓഫീസ് ഇൻചാർജ് ശില്പ എന്നിവർ പങ്കെടുത്തു. ചെറുപ്പശ്ശേരി ഐഡിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപക വിദ്യാർത്ഥികളുടെ ആർട്ടോളം ആർട്സ് ഫെസ്റ്റ് ഓഗസ്റ്റ് 14-15 തീയതികളിൽ നടന്നു. ഫ്ലവേഴ്സ് ആൻഡ് അമൃത TV ആർട്ടിസ്റ്റ് വിഷ്ണു അലനല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. 2023-2025 ബാച്ച് ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ അധ്യാപക വിദ്യാർത്ഥികളുടെ കലോത്സവമാണ് സമുചിതമായി ആഘോഷിച്ചത്. ഫ്ലവേഴ്സ് ആൻഡ് അമൃത TV ആർട്ടിസ്റ്റ് വിഷ്ണു അലനല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പൊ പൃഥ്വിരാജിനെ അനുകരിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ ഇതിലനുകരിച്ചു. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോൻ ചന്ദ്രൻ, നീ എന്നതാ എഴുതി? നീ അത് ഗുഡ് ബൈ പറഞ്ഞ് പോയ ഈ രമണനെ കെട്ടി തൂങ്ങി ചാകുന്നു. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നീ പറയണം, ഞാനില്ലാതെ നീ ജീവിക്കുക. താങ്ക് യു. ITE പ്രിൻസിപ്പൽ റൈഹാനത്ത് NT അധ്യക്ഷത വഹിച്ചു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ഐഡിയൽ BEd കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രത്നാകരൻ, അധ്യാപകരായ ഹാഷിം, വിജികുമാർ, ഐഡിയൽ ITE യൂണിയൻ ചെയർമാൻ, യൂണിയൻ പ്രതിനിധി ഇന്ദു എന്നിവർ സംസാരിച്ചു. സർഗപ്രതിഭകളായി നിപുൻ ദേവ്, രേഷ്മ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. സുചിത്ര കലാപ്രതിഭ പട്ടം നേടി. മികച്ച നടനും നടിക്കുമുള്ള അവാർഡിന് അർഹത നേടിയത് ഖാജ ഹുസൈൻ, സൗമ്യ എന്നിവരാണ്. 2 ദിവസങ്ങളിലായി 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരങ്ങൾ നടന്നത്. വാണിജ്യ വാർത്തകൾ. മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണയിൽ തുറന്നു. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടനിലക്കാരില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ്
മദേഴ്സ് ഗോൾഡിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. സ്വർണ്ണാഭരണങ്ങളുടെ പെരിന്തൽമണ്ണയിലെ ബിഗസ്റ്റ് ഹോൾസെയിൽ ഷോറൂമായ മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചിങ്ങം 1 നാടിന് സമർപ്പിച്ചു. മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ വാവാസ് മാളിന് എതിർവശത്തായി 10,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഷോറൂം സജ്ജമാക്കിയിട്ടുള്ളത്. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ പെരിന്തൽമണ്ണ മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉദ്ഘാടനം ചെയ്തു. മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ 3ാമത്തെ ഷോറൂമാണ് പെരിന്തൽമണ്ണയിൽ. മലപ്പുറത്തെ ഏറ്റവും വലിയ ഷോറൂമായിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചിങ്ങം 1 മലയാളികൾക്ക് പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും ഒരു മാസ തുടക്കമാണ്. അപ്പോൾ ഈ അവസരത്തിൽ മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഷോറൂമിൻ്റെ ഇനോഗ്രേഷൻ നടത്തുകയിൽ അതിനൊരു അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അമ്മ എന്ന വാക്ക് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒരു പ്രതീകമാണ്. ആ രീതിയിൽ തന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സേവനം ലഭ്യമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവിധ ആശംസകളും നേരുന്നു. വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസഹായം ചടങ്ങിൽ കൈമാറി. മഞ്ഞളാംകുഴി അലി MLA ചെക്ക് ഏറ്റുവാങ്ങി. നജീബ് കാന്തപുരം MLA മുഖ്യാതിഥിയായിരുന്നു. അനുദിനം വളർന്നു വരുന്ന ഒരു കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗരങ്ങളിലൊന്നാണ് പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയ്ക്ക് ഒരു തിലകക്കുറിയാവുന്ന തരത്തിലാണ് മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള മുജീബ് റഹ്മാനും അദ്ദേഹത്തിൻ്റെ ടീമും തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയിലെ ഫാഷൻ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന തരത്തിലായിരിക്കും ഈ ജ്വല്ലറിയുടെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ചും ഏറ്റവും വലിയ ഒരു ജ്വല്ലറി പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ലഭ്യമാകുന്ന മികച്ച സൗകര്യങ്ങളോടെയും മികച്ച ആനുകൂല്യങ്ങളോടെയും സാധാരണക്കാർക്ക് കൂടി അവൈൽ ചെയ്യാവുന്ന തരത്തിലേക്ക് ഈ ജ്വല്ലറി വളരട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നന്മകൾ നേരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, മുൻ MLA കളത്തിൽ അബ്ദുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, KS അംസ തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെയും വ്യാപാര വ്യവസായ മേഖലയിലെയും പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. BIS ഹാൾമാർക്കഡ് മുദ്രയും രാജ്യാന്തര HUID ഗുണമേന്മയുള്ള ഏറ്റവും പുതിയ ട്രെൻഡി ആഭരണങ്ങളാണ് മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുള്ളത്. ഇവയിൽ ചെട്ടിനാട്, ആന്റിക്, സിംഗപ്പൂർ, ഇറ്റാലിയൻ ഡിസൈൻ ആഭരണങ്ങൾ പ്രത്യേകം വൈവിധ്യമാർന്ന കളക്ഷനാണ്. സ്വർണ്ണാഭരണങ്ങൾ ഇടത്തട്ടുകാരില്ലാതെ ഫാക്ടറിയിൽ നിന്ന് നേരിട്ടെത്തിച്ച് ഉപഭോക്താക്കൾക്ക് വിപണനം നടത്തുന്നു എന്നത് മദേഴ്സിന്റെ നയമാണ്. വ്യത്യസ്തമായ ഈ ആശയം പെരിന്തൽമണ്ണയിലും പിന്തുടർന്ന് ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകാനാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ ജസ്റ്റിൻ അഗസ്റ്റ്യൻ, മുജീബ് റഹ്മാൻ എന്നിവർ പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞങ്ങൾ 1% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഞങ്ങൾ നൽകുന്നത് കേരള മോഡൽസ് ആഭരണങ്ങൾക്കാണ്. മറ്റ് ആൻറ്റിക്, ചെട്ടിനാട്, പ്രഷ്യസ് ഡയമണ്ട് ഓർണമെൻറ്റ്സിന് 50% മേക്കിംഗ് ചാർജ് ഓഫും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സാധാരണ ജ്വല്ലറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ഒരു ഹോൾസെയിൽ റേറ്റിനാണ് ഞങ്ങൾക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ 30 വർഷത്തിന് മുകളിലായി B2B ബിസിനസ് ചെയ്തു വരുന്ന ഒരു ഗ്രൂപ്പാണ്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ
ജ്വല്ലറികൾക്ക് ഓർണമെൻറ്റ്സ് കൊടുത്ത് വന്നിരുന്നൊരു ബിസിനസ്സായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ B2B ബിസിനസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങി ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് കൂടെ ആ ബെനിഫിറ്റ് വരുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പണിക്കൂലിയിൽ 1% പ്രഷ്യസ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ് നൽകുന്ന ഉദ്ഘാടന ഓഫർ ഓഗസ്റ്റ് 31 വരെ തുടരും. ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങളും ഹോൾസെയിൽ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ BIS 916 മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനും ലളിതമായ മാസത്തവണകളിലൂടെ പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള മദേഴ്സ് സ്മൃതി പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. മദേഴ്സ് സ്മൃതി പദ്ധതിയിൽ മൊബൈൽ ആപ്പിലൂടെ അംഗമാകുവാനും മാസത്തവണകളായി പണമടയ്ക്കുവാനും സാധിക്കും. വിലയുടെ 5% മാത്രം നൽകി സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യുന്നതിനും അവസരമുണ്ട്. മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് തൃശൂരിലും പാലക്കാടും നിലവിൽ ഷോറൂമുകളുണ്ട്. 33 വർഷത്തോളമായി കേരളത്തിനകത്തും പുറത്തുമായി ചെറുകിട സ്വർണ്ണാഭരണ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മൊത്തവിതരണം നടത്തി വരുന്നു. ഇതിന്റെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണയിൽ ഷോറൂം ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പിക്ക് പട്ടിന്റെ പകിട്ട് ചാർത്തിയ ഇമ്മാനുവൽ ഇനി പുതിയ വലിയ ഇമ്മാനുവൽ. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിന്റെ വിപുലീകരിച്ച ഷോറൂം ചിങ്ങപ്പുലരി തുറന്നു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. 1 മാസം നീണ്ടു നിൽക്കുന്ന ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിനും തുടക്കം കുറിച്ചു. പട്ടാമ്പിയിൽ ഇനി പുതിയ വലിയ ഇമ്മാനുവൽ. ഓണത്തിന് അണിഞ്ഞൊരുങ്ങാനും വിവാഹ വസ്ത്രങ്ങളുമായി കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിന്റെ വിപുലീകരിച്ച ഷോറൂം പട്ടാമ്പിയിൽ തുറന്നു. ചിങ്ങപ്പുലരിയിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു. CEO ബൈജു ടിഒ, ഷോറൂം മാനേജർ ഷിജോ വർഗീസ്, കസ്റ്റമർ റിലേഷൻസ് മാനേജർ മൊബേഷ് ടി, നഗരസഭാ കൗൺസിലർമാരായ കവിത, ശിവദാസൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ്, സെക്രട്ടറി സന്തോഷ്, കുടുംബിനി ബാബു, സാമൂഹ്യ പ്രവർത്തകൻ മുരളീധരൻ വേളേരിമഠം, നഗരസഭാ മുൻ ചെയർമാൻ KP ബാപ്പുട്ടി എന്നിവരും മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. വരുന്ന പട്ടാമ്പി ഒരു വാണിജ്യ നഗരമായ പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിന്റെ ഒരു സ്ഥാപനം പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ച് അതിന്റെ വിപുലീകരണം കൂടി ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. നല്ല സന്തോഷകരമായ നിമിഷമാണ്. നമുക്കറിയാം ഇമ്മാനുവൽ സിൽക്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വളരെ വലിയ ഒരു എന്താ പറയുക സ്ഥാപനമായി പ്രവർത്തിച്ചു വരികയാണ്. സാധാരണക്കാരായ ആൾക്കും അതിലുപരി എല്ലാ കല്യാണ പാർട്ടികൾക്കും വിപുലമായ രീതിയിലുള്ള ശേഖരമാണ് ഇവിടെ നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പൊൻചിങ്ങത്തിൽ 1-ാം തീയതി തന്നെ ഇത്തരത്തിലൊരു വിപുലീകരണം നമ്മുടെ ഇമ്മാനുവൽ സിൽക്സിന്റെ പട്ടാമ്പി ഷോറൂമിൽ നേടാൻ സാധിച്ചത് വളരെ അഭിനന്ദനാർഹമാണ്. എല്ലാവർക്കും ഇതിന് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും കർഷക ദിന ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഇമ്മാനുവൽ സിൽക്സിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ഇമ്മാനുവൽ സിൽക്സിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഏറ്റവും മികച്ച ഓഫറുകളാണ് ഈ സീസണിൽ ഇമ്മാനുവൽ സിൽക്സ് ഉപഭോക്താക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 1 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. നിരവധി കോംബോ ഓഫറുകളും സിംഗിൾ വാല്യൂ ഓഫറുകളും ഇതിൽപ്പെടുന്നു. എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന വിലകളിലും സെലക്ഷനിലുമാണ് വസ്ത്രവിസ്മയങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ലേഡീസിന് ആവശ്യമായ 3 ക്രോപ്പ് ടോപ്പുകൾ 399 രൂപയ്ക്കും, ഗേൾസ് ടീഷർട്ട് 3 എണ്ണം 299 രൂപയ്ക്കും, ബോയ്സ് ടീഷർട്ട് 3 എണ്ണം 299 രൂപയ്ക്കും, ലേഡീസ് കുർത്തി 3 എണ്ണം 599 രൂപയ്ക്കും, ബ്ലാങ്കറ്റ് 3 എണ്ണം 299 രൂപയ്ക്കും, ഫാമിലി ബെഡ്ഷീറ്റ് പില്ലോ കവർ സഹിതം 3 എണ്ണം 499 രൂപയ്ക്കും ഈ ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു. കൂടാതെ ലാച്ച 999 രൂപ മുതൽ, വെഡ്ഡിംഗ് സാരി 999 രൂപ മുതൽ, സിൽക്ക് സാരി 299 രൂപ മുതൽ, ചുരിദാർ 399 രൂപ മുതൽ, സെറ്റ് മുണ്ട് 299 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, ജെൻസ് കാഷ്വൽ ഷർട്ട് 199 രൂപ മുതൽ,
ഡബിൾ മുണ്ട് 199 രൂപ മുതൽ തുടങ്ങി നിരവധി സിംഗിൾ വാല്യൂ ഓഫറുകളും ലഭ്യമാണ്. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 10 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് നെക്ലേസുകൾ സമ്മാനമായി നൽകുന്നു. കൂടാതെ ഈ കാലയളവിൽ വിവാഹ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് റെഫ്രിജറേറ്റർ സൗജന്യമായി നൽകുന്നു. 75,000 രൂപയുടെ പർച്ചേസിന് വാഷിംഗ് മെഷീൻ, 50,000 രൂപയുടെ പർച്ചേസിന് LED TV, 25,000 രൂപയുടെ പർച്ചേസിന് മിക്സി എന്നിവയും സമ്മാനമായി നൽകുന്നു. ബ്രൈഡൽ ഫാഷൻസ്, ഫോർമൽസ്, കാഷ്വൽസ്, പാർട്ടി വെയറുകൾ, കുട്ടികൾക്കാവശ്യമായ ഉടുപ്പുകൾ തുടങ്ങി ട്രെൻഡിയും ട്രഡീഷണലുമായ വസ്ത്രങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകളാണ് ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത്. ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിനും 17 മുതൽ തുടക്കം കുറിച്ചു. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഓണം ഓഫർ എല്ലാ ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നവീകരിച്ച ഷോറൂം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നും ലൈവ് നറുക്കെടുപ്പിലൂടെ 1ാം സമ്മാനമായി 1 ലക്ഷം രൂപയും 2ാം സമ്മാനമായി 10,000 രൂപ വീതം 10 പേർക്കും നൽകി. 1ാം സമ്മാനമായ 1 ലക്ഷം രൂപയുടെ നറുക്കെടുപ്പ് മലബാർ TMT കമ്പനി ചെയർമാൻ ഉമ്മർ KP നിർവഹിച്ചു. വിവാഹ മുഹൂർത്തങ്ങൾ സുന്ദരമാക്കാൻ ഒറ്റപ്പാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ ജ്വല്ലറി ഷോ ആരംഭിച്ചു. ആഗസ്റ്റ് 16 മുതൽ 22 വരെയാണ് ബ്രൈഡൽ ഷോ നടക്കുന്നത്. ലേറ്റസ്റ്റ് ബ്രൈഡൽ കളക്ഷനുകളുടെ ഷോ ആണ് നടന്നത്. വിശേഷ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കാൻ കലാകാരന്മാർ കരവിരുതിൽ തീർത്ത വിവാഹ ആഭരണങ്ങൾ തന്നെയാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോയുടെ ഭാഗമായി ഒറ്റപ്പാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 16 മുതൽ 22 വരെയാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രത്യേക കളക്ഷനുകളുടെ ഷോ നടന്നു. എത്നിക്സ് ആൻറ്റി കളക്ഷനുകൾ ബ്രൈഡുകളായ റിൻസിയയും, മൈൻ ഡയമണ്ട്സ് കളക്ഷനുകൾ സുരഭിയും, ഡിവൈൻ കളക്ഷനുകൾ ശ്വേതയും, പ്രിഷ്യ ജെംസ്റ്റോൺ ഡിസൈൻ വിഷ്ണുപ്രിയയും, ഇറ അൺകട്ട് ഡയമണ്ട് ഡിസൈൻ ഭവപ്രിയയും അവതരിപ്പിച്ചു. ബ്രൈഡുകളായ 5 പേരും ചേർന്ന് കേക്ക് കട്ട് ചെയ്തു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി സ്റ്റോർ ഹെഡ് VS ഷഫീർ, മാർക്കറ്റിംഗ് മാനേജർ രാജേഷ് നായർ എന്നിവർ പറഞ്ഞു. നമ്മളിങ്ങനെയുള്ള ഷോ കണ്ടക്ട് ചെയ്യാനുള്ള കാരണം വെച്ചാൽ പലരും മലബാർ ഗോൾഡിനെ കുറിച്ച് അറിയില്ല, മലബാർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്താനും ഇതെല്ലാം കസ്റ്റമറിലേക്ക് എത്തിക്കാനും കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഷോ കണ്ടക്ട് ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് ആനമൂളി നേർച്ചപ്പാറ മലയിലെ വിള്ളലും പാതാക്കര മലയിലേക്ക് റോഡ് വെട്ടിയ സംഭവവും പരിശോധിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് താലൂക്ക് വികസന സമിതി. മലയുടെ താഴ്ഭാഗത്ത് റിസോർട്ടുകളും പെട്രോൾ പമ്പും നിർമ്മിക്കാൻ അനുമതി നൽകിയത് ചോദ്യം ചെയ്ത് അംഗങ്ങൾ. ഷൊർണൂർ കൊച്ചിൻ പാലം കുളപ്പുള്ളി പാതയുടെ തകർച്ചയിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതിയിൽ രൂക്ഷ വിമർശനവുമായി CPM പ്രതിനിധി. കരാറുകാരൻ പണി പൂർത്തിയാക്കാത്തത് തുക ഉയർത്താൻ വേണ്ടിയുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമെന്നും CPM ഏരിയ സെക്രട്ടറി.
ഭാരതപ്പുഴയിൽ വാണിയംകുളം മാന്നന്നൂരിലെ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം അടുത്ത മഴക്കാലത്തിന് മുമ്പ് പൂർത്തിയാക്കുമെന്ന് പി മമ്മിക്കുട്ടി MLA. സ്ഥലം MLAയും ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കൊട്ടേഷൻ ഇല്ലാതെ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വാഹനത്തിന് ഫണ്ട് അനുവദിച്ചതായി പരാതി. പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. നിക്ഷേപ തട്ടിപ്പ് നടത്തി മുങ്ങിയ മണ്ണാർക്കാട് CVR ആശുപത്രി ഉടമകൾക്കെതിരെ മണ്ണാർക്കാട് കോടതിയുടെ അറസ്റ്റ് വാറന്റ്. വാറന്റ് ഉണ്ടായിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് ശ്രമം നടത്തുന്നില്ലെന്ന തട്ടിപ്പിനിരയായവർ. പാലക്കാട് കുളപ്പുള്ളിപ്പാതയിൽ കൂനത്തറയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കിടൂർ സ്വദേശി അഫ്സലാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.